സാലി, സോണി, ഈ രണ്ട് ക്രിമിനൽസിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. ലീലാമ്മയുടെ ഹസ്ബൻഡിന്റെ ബ്രദേഴ്സ് അവർ. അവരും അരവിന്ദനും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ഈ പറയുന്ന രണ്ടുപേരെയും എനിക്കറിയില്ല. പക്ഷെ അവർക്ക് അരവിന്ദനെ അറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് കള്ളം പറയണ്ട. ചിലപ്പോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അതെ, പല സ്ഥലങ്ങളിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങി ഒരു ഹോട്ടൽ റൂമിൽ കുറച്ചു കാലം താമസിച്ചിരുന്നില്ലേ? പിന്നെ പെട്ടെന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ എന്തായിരുന്നു കാരണം? എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി, ഞാൻ പോയി. അല്ലാതെ ഹോട്ടലിൽ തലേന്ന് രാത്രി ഉണ്ടായ ഇഷ്യൂ ഒന്നും അല്ല കാരണം, അല്ലേ? ചിലതൊക്കെ എനിക്കറിയാമെന്ന് അരവിന്ദന് ഇപ്പൊ ബോധ്യമായി കാണുമല്ലോ. ഇനിയെങ്കിലും പറ, ലീലാമ്മ എവിടെ? നിങ്ങൾ പറഞ്ഞിട്ട് സാലിയും സോണിയും തന്നെയല്ലേ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ല. എത്ര ചോദിച്ചാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. എടാ നന്ദു, നീ എന്നോടെങ്കിലും സത്യം പറ. ലീലാമ്മയുടെ മിസ്സിങ്ങിന് പിന്നിൽ നീ ഇൻവോൾവ്ഡ് ആണോ? എടാ, അങ്ങനെയാണെങ്കിൽ നീ അത് എന്നോട് തുറന്നു പറ. കുറ്റം ഞാൻ ഏറ്റോളാം. ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാലോ? അനന്തോ, അതിനെന്തിനാ ചൂടാവുന്ന? എടാ, ഞാൻ നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ അവർക്കും കൊടുത്തിട്ടുള്ളത്. അവരെ ഒഴിവാക്കേണ്ട ആവശ്യം എനിക്കില്ല. മറ്റുള്ളവരുടെ കണ്ണില് ഇയാൾക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. ഞാനോ അരവിന്ദേട്ടനോ ഞങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ ലീലാമ്മയുടെ മകൻ. പക്ഷെ ലീലാമ്മയുടെ മിസ്സിങ്ങില് എനിക്ക് ഇയാളെ സംശയം. എടാ, ഞെട്ടണ്ട. അഴകത്ത് വീട്ടിന്റെ സമാധാനവും സന്തോഷവും എന്നെന്നും അതേപോലെ നിലനിർത്താൻ ഇയാൾ കണ്ടെത്തിയ മാർഗമല്ലേ അത്? സത്യം പറ, ലീലാമ്മ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നു? ഞാൻ ആരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? ലീലാമ്മ എവിടെ? അത് എനിക്കെങ്ങനെ അറിയാം? അത് നിനക്കേ അറിയൂ. നീ അവരെ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്കൊന്നും അറിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? സുമംഗലയ്ക്ക് പേരുദോഷം ഉണ്ടാക്കാൻ ലീലാമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ തന്നെയാണ്. അഴകത്ത വണ്ടിയിൽ അവർ പോയതെന്ന് ആ SP പറഞ്ഞല്ലോ. അതാണോ എനിക്കെതിരെയുള്ള തെളിവ്? അതെ, അത് തന്നെയാണ് നിനക്കെതിരെയുള്ള തെളിവ്. ദേ, വെറുതെ ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കരുത്. എന്റെ കയ്യിൽ തെളിവുണ്ടായിട്ട് തന്നെയാടി ഞാനീ പറയുന്നത്. എന്ത് തെളിവ്? അഴകത്ത വണ്ടിയിൽ ആരോ ലീലാമ്മയെ കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അയ്യോ നോണ കവിത, കള്ളത്തരം പറയരുതേ. നീ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളത് വിശദമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കണേ. എല്ലാവരും മൈഥിലിയെടുത്തിയുടെ കാര്യം ഓർത്തു നിന്ന സമയത്ത് നീ എങ്ങോട്ടടി മുങ്ങിയത്? ആരെ കാണാനാ നീ പോയത്? അത് പിന്നെ എനിക്ക് പലരെയും കാണാനുണ്ടാവും. അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാ. അതിലൊന്നും നീയോ നിന്റെ അച്ഛനോ ഇടപെടണ്ട. നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. എന്നിട്ട് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. നിനക്ക് കാണണോ? അത് കാണണോടി? വേണ്ട മോളെ, ഇവളെ തല്ലി വെറുതെ നിന്റെ കൈ ചീത്തയാക്കണ്ട. ആ ജോലി വൃത്തിയായിട്ട് പോലീസുകാർ ചെയ്തോളൂ. അവര് ചോദിക്കുമ്പോ സത്യം നല്ല മണി പോലെ ഇവള് പറഞ്ഞോളൂ. എനിക്കൊന്നും അറിയില്ല. ഞാൻ പിന്നെ എന്ത് പറയാനാ? നിനക്കെല്ലാം വ്യക്തമായിട്ടറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കുക. ഒന്ന് നീ മനസ്സിലാക്കിക്കോ കവിതേ, ലീലാമ്മയെ മുന്നിൽ നിർത്തി എന്റെ അമ്മയെ തോൽപ്പിക്കാനും ഈ അഴകത്ത് വീട് തകർക്കാനുമാണ് നീ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ ബാലാമണി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. നീ അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും.
എന്നിട്ട് നമ്മൾ തമ്മിൽ ശരിക്കൊന്ന് കാണും. ആരായിരിക്കും ലീലാമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാനല്ലാതെ അഴകത്തമ്മയ്ക്ക് മറ്റൊരു ശത്രുവോ? ആഹാ, ചേച്ചി ഒന്നും കഴിച്ചില്ലേ? ആഹാരം കൊണ്ടു തരേണ്ടത് എന്റെ ജോലി, കഴിക്കേണ്ടത് ചേച്ചിയുടെ. ചേച്ചി ഇവിടെ വന്ന അന്നേരം മുതൽ ഈ നിമിഷം വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ എത്ര ദിവസം പട്ടിണിയിരിക്കും? മരിക്കുന്നത് വരെ പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഇങ്ങനെ ഇവിടെ ഒരേ ഇരിപ്പിരിക്കും. അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണോ അയാൾ എന്റെ കൺമുമ്പിൽ വരണം. നിനക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുമോന്നാ ഞാൻ ചോദിച്ചത്. അയാള് ചേച്ചിയുടെ മുമ്പിലേക്ക് വരില്ല. അപ്പൊ പിന്നെ ആ ആള് സാലിയോ സോണിയോ അല്ല. അവരായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവരെന്റെ കൺമുമ്പിൽ വന്നേനെ. അവരല്ലെങ്കിൽ പിന്നെ ആരാണ്? അഴകത്തുകാരെങ്കിലും ആണോ? ചോദിച്ചത് കേട്ടില്ലേ? അഴകത്തമ്മയുടെ മക്കളിൽ ആരെങ്കിലും ആണോന്ന്? വേണ്ട, നീ പറയണ്ട. എത്ര കാലം വേണമെങ്കിലും ഒരു പരാതിയില്ലാതെ ഞാനിവിടെ താമസിച്ചോളാം. എനിക്ക് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും വേണ്ട. പക്ഷേ ഞാനിവിടെ താമസിക്കുന്നതിന്റെ ദോഷം അഴകത്തമ്മയ്ക്കും മക്കൾക്കും മാത്രമായിരിക്കും. അഴകത്തുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയാൻ ഹോം സെക്രട്ടറി വരെ ഉണ്ടാവും. ആ കോളിന്റെ ബലത്തിൽ തൽക്കാലം നിങ്ങളിപ്പോൾ ഇറങ്ങി പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നേക്കുമായി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും ആരും കരുതണ്ട. നിങ്ങളെ കുരുക്കാനുള്ള തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. എല്ലാ തെളിവുകളും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മേഡം ഞങ്ങളോട് ഔദാര്യം കാണിക്കുന്നേ? കേസ് തേച്ചു മായ്ച്ച് കളയാൻ പറഞ്ഞ ഹോം സെക്രട്ടറിക്ക് മുന്നിൽ അതുകൊണ്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യണം. പരിഹസിക്കണ്ട. കൃത്യവും ശക്തവുമായ തെളിവുകളോടെ മാത്രമേ ഞാനൊരു അറസ്റ്റിലേക്ക് പോകൂ. അന്ന് ഒരു ഹോം സെക്രട്ടറി വിചാരിച്ചാലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മേഡം, ചെയ്യാത്ത തെറ്റ് ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനാ മേഡം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അഴകത്താരെയും ഈ കേസിൽ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കുള്ളത്ര ആത്മവിശ്വാസം ഇവർക്കില്ലല്ലോ. അതെന്താ അങ്ങനെ? അതിന് ഒരു കാരണമേ ഉള്ളൂ മിസ്റ്റർ ആനന്ദ്. ലീലാമ്മയെ ഒഴിവാക്കാൻ വേണ്ടുന്നതൊക്കെ ഇവര് രണ്ടുപേരും ചെയ്തിരുന്നു എന്നതാണ് ആ കാരണം. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് സംശയം തോന്നിയാൽ അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ഏതൊക്കെ മാർഗം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പോലീസുകാർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളിൽ ഒരാൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. ആ ഒരാൾ നിങ്ങളിൽ 3 പേരിൽ ആരാണ് എന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് എന്റെ ജോലിയാ. ഞാനത് കണ്ടെത്തിയിരിക്കും.
ലീലാം എവിടെയുണ്ട്? അവരെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്താ, ആർക്കൊന്നും പറയാനില്ലേ? അതോ ലീലാമ്മയുള്ള സ്ഥലം എന്നോട് പറയില്ലെന്നുള്ള വാശിയാണോ? അമ്മേ, ഒരിക്കലും ഇവരത് ചെയ്യില്ല. അമ്മ വെറുതെ ഇവരെ തെറ്റിദ്ധരിക്കുക. ഇവരല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തത്? ലീലാമ്മയെ പോലൊരു പാവം സ്ത്രീയെ എന്റെ മക്കളല്ലാതെ മറ്റാരും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങളത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആനന്ദ് അത് ചെയ്യില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ യാതൊരു വിശ്വാസവും എനിക്കില്ല. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അമ്മ ഞങ്ങളെ തള്ളിക്കളയരുത്. ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധി പറഞ്ഞു തരുന്ന ഭാര്യമാർ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ അമ്മയുടെ സഹായം എന്തിനാ? ബാലാമണി, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നീയെങ്കിലും അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. നീ പറഞ്ഞാലേ അമ്മ ഞങ്ങളെ വിശ്വസിക്കൂ. ഇവളോട് ഇങ്ങനൊരു സഹായം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ? അമ്മേ, ഇവളെ വീട്ടിലുണ്ടെങ്കിൽ നിനക്കും അനന്തൂനും ഇവിടെ താമസിക്കാൻ കഴിയില്ലെന്നും അഴകത്ത് വീട് ഭാഗം വച്ച് നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിട്ടേക്കണമെന്നൊക്കെ നിങ്ങൾ രണ്ടാളും എന്നോട് പറഞ്ഞത് ഇത്രയും പെട്ടെന്നങ്ങ് മറന്നോ? എന്താ, ഇപ്പോ നിങ്ങൾക്ക് അഴകത്ത് വീടിന്റെ ഷെയർ വേണ്ടേ? അമ്മേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ലീലാമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ അഴകത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അയാൾക്ക് പിന്നെ അഴകത്ത് വീട്ടിലോ സുമംഗലിയുടെ മനസ്സിലോ സ്ഥാനമുണ്ടാവില്ല. അതിനി ആരാണെങ്കിലും. ഇതൊന്നൊരു കഷ്ടമാണെന്ന് പറ. മനസ്സറിയാത്ത കാര്യത്തിന്റെ പേരിൽ ഇന്ന് നമ്മൾ കുറ്റക്കാരാ. നീയൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? എന്തറിയാൻ? അല്ല, ഇയാളെന്താ അങ്ങനെ സംസാരിച്ചത്? ഇയാൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ലീലാമ്മയുടെ മിസ്സിങ്ങിന് പിന്നിൽ നീയുണ്ട്. നീ അവരെ എവിടെ ഒളിപ്പിച്ചിരിക്കുക? ദേ, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ആരെ ഒളിപ്പിക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ ആരാ ഇതിനൊക്കെ പിന്നില്? ഇയാളെന്തിനാ എന്നെ മാത്രം സംശയിക്കുന്നത്? കവിതയെ പോലൊരു ഭാര്യ നിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ. എടാ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തിട്ടില്ല എന്ന് പറയുക സത്യമാണെങ്കിൽ. സത്യമാണ്. ഞാൻ നമ്മുടെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ നീ നിന്റെ ഭാര്യയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കവിത എന്നും അഴകത്തുകാരെ ശത്രുക്കളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടുകൂടി എനിക്ക് സംശയം. നിന്നെ ആയിരിക്കില്ല അവള് ലക്ഷ്യം വെച്ചത്, നമ്മുടെ അമ്മയെ തന്നെയായിരിക്കും. ഏയ്, ഇല്ല ഏട്ടാ, അവള് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. എടാ, അത് നിന്റെ വിശ്വാസം. അത് തന്നെയായിരിക്കും ശരിയെന്ന് വാശി പിടിക്കരുത്. ലീലാമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അഴകത്തുകാർ അതിന് ഉത്തരവാദികൾ. ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നീ കവിതയെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതിന്റെയൊക്കെ പിന്നിൽ കവിതയാണെങ്കിൽ പിന്നെ കവിത കാണുന്നത് ഈ അനന്തുവിന്റെ മറ്റൊരു മുഖമായിരിക്കും. നീ ഇപ്പോ അങ്ങനെ ചാടിക്കയറിയത് അവളോട് ചോദിക്കാനും നിൽക്കണ്ട. അവളെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്ക്. എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെ കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ അഴകത്തുകാർ ചെന്ന് പെട്ടിരിക്കുന്ന കുരുക്കിന്ന് രക്ഷപ്പെടാൻ എത്രയും വേഗം ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ഞാൻ എൻ്റെതായ വഴിക്ക് ചില അന്വേഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
കവിതയുടെ കാര്യത്തിൽ ഏട്ടന് ടെൻഷൻ വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ എനിക്കിപ്പോഴും കവിതയെ സംശയമില്ല. സംശയമുള്ളത് മറ്റൊരാളെ. ആരെ? അരവിന്ദ് ഏട്ടനെ. എല്ലാത്തിൻ്റെ പിന്നിൽ നമ്മുടെ വലിയേട്ടനാണെങ്കിലും അങ്ങനെ ആയിക്കൂടെ? അരവിന്ദേട്ടൻ തന്നെയാ. ലീലാമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നത് അരവിന്ദേട്ടൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. അതെ, ഇല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാവോ? എടീ കഴുതേ, നീ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ വിളിച്ച് പറയാതെ. ലീലാമ്മയുടെ കാര്യത്തിൽ അരവിന്ദേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ, അരവിന്ദേട്ടൻ നിരപരാധിയാണെങ്കിൽ, ദേ ആണെന്ന് നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യും. എന്തേ, അതിന് കഴിയോ? എന്തിനാണ് ഈ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യുന്നേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, എനിക്കിപ്പോ അരവിന്ദേട്ടനെ തീരെ വിശ്വാസമില്ല. എന്നെ അറിയിക്കാതെ അരവിന്ദേട്ടൻ പലതും ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു? അരവിന്ദേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആരെയാ കാണാൻ പോകുന്നേ? ഞാൻ വരുമ്പോ പെട്ടെന്ന് എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? എടീ മൈഥിലി, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പലരെയും കാണാൻ പോകേണ്ടി വരും. അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ? അതുകൊണ്ടാ പറയാത്തത്. ലീലാമ്മ അഴകത്ത് വന്നതിന്റെ തലേ ദിവസം, ആ ദിവസം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അന്ന് രാത്രിയില് 1-2 കാര്യങ്ങള് അരവിന്ദേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. പറഞ്ഞതൊക്കെ മറന്നുപോയെങ്കില് ഞാൻ ഓർമ്മിപ്പിക്കാം. ലീലാമ്മയുടെ ശത്രുക്കളായ ഏതോ കുറച്ച് ആൾക്കാര് അവര് അരവിന്ദേട്ടനെ സഹായിക്കുമെന്നും അതുകൊണ്ട് ലീലാമ്മ അഴകത്തേക്ക് വരില്ലെന്നുമാ അരവിന്ദേട്ടൻ എന്നോട് പറഞ്ഞത്. എന്തേ, ആ പറഞ്ഞത് കള്ളായിരുന്നോ? ലീലാമ്മയുടെ ശത്രുക്കളായ അരവിന്ദേട്ടന്റെ പുതിയ സുഹൃത്തുക്കൾ ആരൊക്കെയാ? നീ അറിയേണ്ട കാര്യങ്ങൾ മാത്രം നീ അറിഞ്ഞാ മതി, അല്ലാതെ എല്ലാത്തിലും കയറി തലയിടാൻ വരണ്ട. അരവിന്ദേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം. ഞാനേ നിങ്ങളുടെ ഭാര്യയാ. എങ്ങനെയെങ്കിലും ലീലാമ്മയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ നീ തന്നെയാണോ? പറഞ്ഞിരുന്നു, പക്ഷേ അത് ഈ രീതിയിലൊന്നും അല്ല. ഏത് രീതിയില്? ചെയ്യാത്ത തെറ്റ് ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ആ SP ശ്രമിച്ചത്. ഇപ്പോ നിന്റെ ശ്രമം അത് തന്നെയാ. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നോട് സത്യം പറ. എടി, അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? വേണ്ട, എന്നോടൊന്നും പറയണ്ട. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, ലീലാമ്മയുടെ വീട്ടുകാര് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ പോകുന്നത് അരവിന്ദേട്ടനും അരവിന്ദേട്ടന്റെ അനിയന്മാരുമായിരിക്കും. ലീലാമ്മയുടെ വീട്ടുകാര് ആ കേസ് പിൻവലിച്ചാലോ? അവരെ കേസ് പിൻവലിക്കാനോ? അരവിന്ദേട്ടനെ നടക്കുന്ന കാര്യം വല്ലതും പറ. നടക്കും. ലീലാമ്മയുടെ മോളാ കേസ് കൊടുത്തിരിക്കുന്നത്. ദേവൂന്ന് അവളുടെ പേര്. ഞാൻ അവളെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കും. യാതൊരു പരാതിയില്ലാന്ന് അവൾ ആ SP യോട് പറയുകയും ചെയ്യും. അമ്മേ, ലീലാമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവരെ ഓർത്ത് അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തിനാ കുട്ടി ഇങ്ങനെ പാഴ്വാക്കുകൾ പറയുന്നത്? അവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാര് എന്റെ മക്കൾ തന്നെയാ. ഇല്ലമ്മേ, അമ്മയുടെ മക്കൾ ഒന്നും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയല്ല അമ്മ അവരെ വളർത്തിയത്. മക്കളെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി മോളെ. നന്മ പറഞ്ഞുകൊടുത്ത് നല്ല വഴിക്ക് നടത്തി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ മക്കൾ ഇപ്പൊ അങ്ങനെയാണോ ജീവിക്കുന്നത്? ആണെന്ന് നിനക്ക് പറയാൻ പറ്റൂ? ഞാൻ ലീലാമ്മയെ കാണാതിരിക്കാൻ അവരെന്നെ മുറിയിലിട്ട് പൂട്ടി. എന്റെ കൺമുന്നിൽ വച്ച് അനന്ത് ദേഹത്തുകൂടി പെട്രോൾ ഒഴിച്ചു. ഒക്കെ എന്റെ സ്നേഹത്തെ മുതലെടുത്ത് അവർക്ക് ജയിക്കാൻ വേണ്ടി അവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാ. അവരിങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നോ ചെയ്യുമെന്നോ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല മോളെ. മതി അമ്മേ, ഇനിയും അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ വിഷമം കൂടുകയുള്ളൂ. മോളെ, മക്കള് വഴിതെറ്റി പോകുമ്പോൾ
തെറ്റായ പ്രവൃത്തി അവരിൽ നിന്നും ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരുടെ അമ്മമാരായിരിക്കും. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേദന അതാണ്. അമ്മ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ലീലാമ്മയുടെ കാര്യത്തിൽ അമ്മയുടെ മക്കളെ ഞാൻ സംശയിക്കില്ല. ഇതിന്റെ പിന്നിൽ മറ്റാരോ ആണ്. അഴകത്ത് വീടിനോട് ശത്രുതയുള്ള മറ്റാരോ ഒരാൾ. അമ്മയൊന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞു പോയ കാലത്ത് എപ്പോഴെങ്കിലും അമ്മ മറന്നുപോയ ഏതെങ്കിലും ഒരാൾ? എന്താ അമ്മേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല.